ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബൈ യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം ഫൈൻഡ് ദ കറണ്ട് ത്രൂ 15 ഓം റെസിസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 15 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടും വോൾട്ടേജ് സോഴ്സാണ് അല്ലേ. അപ്പോൾ രണ്ടും വോൾട്ടേജ് സോഴ്സാണ്. മൊത്തത്തിലൊരു 3 റെസിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം പഴയ വെച്ചിട്ടാണെങ്കിൽ സ്റ്റെപ്പ് 1 എന്ത് ചെയ്യും, 40 ഓം മാത്രം എടുക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് നമ്മളവിടെ ഷോർട്ട് ചെയ്യും അല്ലേ, ഷോർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് 1 റിമൂവ് 20 വോൾട്ട് സോഴ്സ്. ഈ 20 വോൾട്ടിനെ ഞാൻ റിമൂവ് ചെയ്തു ബൈ ഷോർട്ട് സർക്യൂട്ട്. അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ എന്താ നോക്കിയാൽ ഈ 30 ഓമും 50 ഓമും ഇതാ ഇങ്ങനെ പാരലായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ നോക്കണമെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുക. ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുമ്പം ഇതെന്താ, രണ്ടും പാരലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ റെസിസ്റ്ററിനെ ചെറുതാക്കി കൊണ്ടുവരാൻ. അപ്പോൾ ഏത് പ്രോബ്ലം ആണെങ്കിലും, ഈ പറഞ്ഞ തെവനിൻസ് ആണെങ്കിലും നോർട്ടൺ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ മൊത്തത്തിൽ ആ സർക്യൂട്ടിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരലാണ്, അതിനിത് സീരീസ് ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും പാരലാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, 30 × 15 ഡിവൈഡഡ് ബൈ 30 + 15 പാരൽ ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ഓം എന്ന് കിട്ടും. അപ്പോൾ ആ 10 ഓമും 100ഉം എന്താണ്, സീരീസ് ആയിട്ടാണ് വരും അല്ലേ. അപ്പോൾ 10 ഓമും 100ഉം സീരീസ് ആയിട്ട് വരും. അപ്പം 110 ഓമാണ് ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം 110 ഓം എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ 15 ഓമിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു മെയിൻ കറണ്ട് വന്നിട്ടല്ലേ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോയേ. അപ്പോൾ ആ മെയിൻ കറണ്ട് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ 40 വോൾട്ടിൽ നിന്നൊരു കറണ്ട് വന്നിട്ടാണ് രണ്ടായിട്ട് തിരിഞ്ഞു പോയത്. അപ്പോൾ ആ കറണ്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് അറിയാം, 110 ആണെന്ന് അറിയാം. വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ V/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, I കിട്ടും. അപ്പം ആ ടോട്ടൽ കറണ്ട് കിട്ടി 0.36 ആംപിയർ എന്ന് കിട്ടി. അതാണ് ഇതിലൂടെ പോണത്. എന്നിട്ട് എന്ത് ചെയ്യും, അതിവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇനി നമ്മൾ പഴയ ആ കറണ്ട് ഡിവിഷൻ റൂൾ എടുത്താൽ മതി. എന്താ, ഈ 15 ഓമിലൂടെയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെയിൻ കറണ്ട് ഇൻറ്റു മെയിൻ കറണ്ട് എത്രയാണ് വരിക, 0.36 ആംപിയർ ആണ്.